ഹലോ ഗായ്സ്, അപ്പോൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനും അൾട്രാ ഗെയിമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ബട്ട് വിത്ത് ആനിമൽസ് ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ ആനിമൽസൊക്കെ ഉണ്ടാവും ഗൈസ്. ഉദാഹരണത്തിന് കണ്ടോ ഗൈസ്, ഇവിടെ കാട്ടുപന്നിയൊക്കെ ഉണ്ട് ഗൈസ്, കണ്ടോ? നമുക്കിപ്പോൾ ഇനി തല്ലാനൊന്നും ആയിട്ടില്ല, തല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ചാവും ഗൈസ്. തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു ചെസ്റ്റ് കിടക്കുന്നുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഓ ഗൈസ്, പിക്കാക്സും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ നമുക്ക് മോസ്റ്റ്ലി ആവശ്യമുള്ളതാണ്. നമുക്കിതൊക്കെ നമ്മുടെ ഇൻവെൻ്ററിയിലേക്ക് എടുത്തു വെക്കാം. ഇനി മരം മുറിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ് പിക്കാക്സ് ഉണ്ടാക്കാൻ. എന്നാലും മരം മോസ്റ്റ് ആവശ്യമുള്ള സാധനമാണ്. ശേ ഗൈസ്, ഞാൻ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് എല്ലാം ഇൻവെൻ്ററിയിലേക്ക് വെച്ചെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് അങ്ങ് പൊട്ടിച്ചെല്ലാം എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കേണ്ടത് ഓങ്ക് വുഡാണ്. നമ്മളപ്പോൾ ഓങ്ക് വുഡൊക്കെ ഉണ്ടാക്കി അടുത്തത് സ്റ്റിക്കൊക്കെ ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ് സാധനം. എന്നിട്ട് അവിടെ ഒരു കേവ് ഉണ്ട്, അതിനകത്ത് മൈൻ ചെയ്യാൻ പോകണം നമുക്ക്. അയ്യോ, ഇതെന്താ 2 ക്രാഫ്റ്റിംഗ് ടേബിള്? അത് സാരല്ല, വെച്ചേക്കാം. ശേ, ഞാനത് പൊട്ടന ഗൈസ്. നമ്മളിവിടെ സ്റ്റോണിൻ്റെ പിക്കാക്സൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഗൈസ് നമ്മളിങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി സമയം കളിക്കാം. നമുക്ക് നേരെ പോയി സ്റ്റോൺ മൈൻ ചെയ്യേണ്ടി ഫസ്റ്റ്. അതാ ആട്ടോന്നി കുഞ്ഞും. അയ്യോ ഗൈസ്, കുഞ്ഞിൻ്റെ അടുത്ത് പോയപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ഗൈസ്, അത് പോയെന്ന് തോന്നുന്നു. അയ്യോ ഇല്ല ഗൈസ്, ഇവിടെ മൊത്തം കാട്ടുപന്നികൾ നമ്മൾ അടിക്കാൻ വരികയാണ്. നേരത്തെ നമ്മൾ പോയപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആ കേവിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. മുകളിൽ ഡെസേർട്ടാണോ? അത് ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വില്ലേജ് കണ്ടുപിടിക്കാമായിരുന്നു. ഇത് ഡെസേർട്ട് അല്ല ഗൈസ്. ഓനോ അയ്യോ ഗൈസ്, നമ്മൾ പെട്ടുപോയി. അയ്യോ ഗൈസ്, നമ്മളെ കാട്ടുപന്നി കുത്തി വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് റീസ്പോൺ ആയിട്ട് ഒന്നും കൂടി പോയി എടുക്കേണ്ടി വരും അതൊക്കെ. ഗൈസ് കണ്ടോ ഗൈസ്, നമ്മുടെ കൊക്കൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇനി അതിൻ്റെ അടുത്ത് പോയി ഒന്നും ചെയ്യില്ലായിരിക്കും എന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് പോയിട്ട് ഇൻവെൻ്ററിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുക്കണ്ടേ ഗൈസ്. പറഞ്ഞ പോലെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. അയ്യോ ഗൈസ്, ആ സാധനം പോയിട്ടില്ല അവിടെ നിന്ന്. ഞാൻ അത്ര ഹൈ പ്ലേസിൽ നിന്ന് ചാടിയിട്ടും ചത്തില്ല ഗൈസ്. അത്ഭുതം. ഇത് ഹാർഡ് കോർ പോലെയാണ് തോന്നുന്നത് ഗൈസ്. നമുക്കിനി വേറെ ലോകത്തിൽ പോകേണ്ടി വരും ഗൈസ്. പറയാൻ പറ്റില്ല ഗൈസ്, ഇതിനകത്ത് ഷാർക്കും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിലേ കയറിച്ചില്ല ഗൈസ്. നമുക്ക് ഫ്രീ ആയിട്ടൊരു ചെസ്റ്റ് കാട്ടിയിരുന്നു. ആ കാട്ടുപന്നി ഒന്നൊരു കുത്തി എല്ലാം നശിപ്പിച്ചിട്ടാ. അവിടെ സൺഫ്ലവറൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ അവിടെ നിന്നൊരു വീഡിയോ സ്റ്റക്കാക്കിയായിരുന്നു. കാരണം നമ്മൾ വെള്ളത്തിൽ കൂടെ നീന്തുന്നതിനിടയ്ക്ക് നമ്മുടെ ഒരു ഡ്രോൺ വന്ന് തല്ലി കൊന്നു ഗൈസ്. ഇതെന്ത് അവസ്ഥയാണെന്നറിയില്ല ഗൈസ്. നമ്മുടെ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. നമ്മൾ മൈൻക്രാഫ്റ്റിൽ കയറിയത് തൊട്ട് ഭയങ്കര കഷ്ടകാലമാണ് ഗൈസ്. ഇതെന്താണ് ഗൈസ് ഇങ്ങനെ? കാട്ടുപന്നി ഇപ്പം അവിടെ ഇല്ലയെന്ന് തോന്നുന്നു. നമുക്ക് ഇൻവെൻ്ററിയിലുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം. ഇവിടെ അടുത്തൊരു വില്ലേജ് ഉള്ള. അയ്യോ ഗൈസ്, രാത്രിയായി. അയ്യോ ഗൈസ്, നമ്മൾ പെട്ടു എന്നാവോ എനിക്ക് തോന്നുന്നേ.
അയ്യോ ഗൈസ്, ഓ നോ ഗൈസ്, നമ്മൾ പെട്ടു ഗൈസ്. നമ്മളപ്പോൾ ഇന്നത്തെ രാത്രി സർവൈവ് ചെയ്യാൻ പോവാണ് ഗൈസ്. എവിടെയെങ്കിലും പോയി ഒളിച്ചു വെക്കണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡൗട്ട്. ഇനി ഒരു വട്ടം കൂടി ചത്ത ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ഉണ്ടാക്കും ഗൈസ്. ആ കാട്ടുപന്നി ഇവിടെ എങ്ങാനും ഉണ്ടോ? ഇല്ല. ഓ ഭാഗ്യം. എന്താ കുരിശോ? ആ ഇല്ല, മരമല്ലേ. അയ്യോ, നമ്മുടെ ക്രീപ്പർ എന്താ അവിടെ നമ്മളെ കാത്തിരിക്കുന്നു. ആ സൈഡ് പോകണ്ട, നമുക്ക് പണി കിട്ടും. അയ്യോ ഗൈസ്, സോംബി. ഇവനാണ് പണി തരുന്നവൻ. രാത്രി മൊത്തം ഇവൻ്റെ അണ്ണന്മാർ നമ്മളിട്ട് വളയും. ഗൈസ്, ഞാനത് ഹാർഡ് കോർ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഗൈസ്, നമുക്കിത് പീസ്ഫുൾ ആക്കിയാലോ എന്ന് എനിക്കൊരു സംശയം. അതെന്താണ് ഗൈസ് അവിടെ കാണുന്നത്? അയ്യോ ഗൈസ്, ഇപ്പം അത് നോക്കാൻ സമയമില്ല ഗൈസ്. നമുക്ക് വേഗം ക്രിയേറ്റീവിലേക്ക് ആവാം. ഓ ഗൈസ്, ഇത് നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. ആ ചെസ്റ്റിൽ എന്താ നമുക്ക് ഇപ്പം തന്നെ അറിയണം. ഭയങ്കര ആകാംക്ഷയാണ് ഗൈസ്. ഇതെന്തോന്ന് ഗൈസ്? അതിനുള്ളിൽ സ്പോണറുണ്ടോ? ഇല്ല. എന്തൊക്കെയോ ബുക്സൊക്കെയാണ് ഗൈസ് ഉള്ളത്. പേപ്പറും റാബിറ്റിൻ്റെ കുറച്ച് ഇറച്ചിയും കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഗൈസ്. ഇത് വൂളല്ലേ? ആ, ഇത് ക്രിയേറ്റീവ് അല്ലേ? ഞാൻ മറന്നുപോയി ഗൈസ്. ഇവിടെ അടുത്ത് ഏതെങ്കിലും വില്ലേജ് ഉണ്ടോ എന്ന് തപ്പി കണ്ടുപിടിക്കണ്ട. ഇതെന്താണ് ഗൈസ് കാണുന്നത്? നമ്മുടെ സംഭവങ്ങൾ ആവശ്യമുള്ളതെല്ലാം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. ജസ്റ്റ് ഗൈസ്, നമുക്കിതെന്താ കിട്ടിയെന്ന് നോക്കൂ. എൻചാൻറ്റഡ് ആർമർ, എൻചാൻറ്റഡ് എല്ലാം കിട്ടി ഗൈസ്. ചെസ്റ്റ് പ്ലേറ്റും പാൻസും കുറേ ഗോൾഡും കിട്ടി ഗൈസ്. ഇനി നമുക്ക് എന്താണ് ഗൈസ് വേണ്ടത്? നമുക്കിതെല്ലാം എടുത്ത് നൈസായി ഈ സ്ഥലം വിട്ട് പോവാം. എനിക്കിനി വില്ലേജും വേണ്ട, ഒന്നും വേണ്ട. എനിക്കിനി ഇതൊക്കെ തന്നെ മതി ഗൈസ്. പിന്നെ നമ്മൾ രാവിലെ ആകുമ്പോൾ ഒരു വീടുണ്ടാക്കുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കാം. രാത്രി ഒരു ആനിമലും വരില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് സാരില്ല. ഇതെന്താ ഗൈസ്? കുത്തബ് മിനാറോ ഗൈസ്? ഇതെന്താണ് സാധനം? ഇതെത്ര ചെസ്റ്റാ ഗൈസ് ഇവിടെ? ഗൈസ്, ഡയമണ്ട്. നമ്മൾ റിച്ചായി ഗൈസ്. ഇനി നമ്മൾ സർവൈവലിലേക്കായ കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. മുകളിൽ ഫാൻറ്റം വല്ലതുണ്ടോ? ഓ ഇല്ല, ഭാഗ്യം. അടിയിലേക്ക് പോകാനുള്ള വഴി വല്ലതുണ്ടോ ഗൈസ്? ഗൈസ്, അതും തുറക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ സർവൈവലിലേക്കാവാം. അവിടെ ഞാൻ ഇപ്പോൾ എന്തോ കണ്ടല്ലോ ഗൈസ്. നിങ്ങളും അത് കണ്ടില്ലേ? എന്താണെന്ന് നോക്കുന്നത്. നമുക്കിപ്പോൾ നേരെ സർവൈവലിലേക്കാവാം ഗൈസ്. അപ്പോൾ ഇനി ഒരു പ്രശ്നമില്ലല്ലോ നമുക്ക്. ഗൈസ്, നമ്മൾ ഇന്ന് മൈനൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഗൈസ്, നമ്മളിങ്ങനെ വിശന്നിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹാർട്ടൊന്നും കൂടത്തില്ല. എമറാൾഡും കൈവരിക്കാം. സ്പൈഡറൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ എന്തിനാ വെറുതെ? ഇതെത്ര സ്പൈഡർ അയ്യാ? സ്കെലട്രൻസാണ് ഈ സ്പൈഡറിനെ ഇങ്ങനെ കൊന്നിട്ട് അയ്യൊക്കെ കൊണ്ടിടുന്നത്. ഈ മോസ്റ്റിൻ്റെ സ്പൈഡറിൽ വെച്ച് എന്തോ ഉപകാരം എനിക്കറിയില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ജസ്റ്റ്. എനിക്കെന്താണെന്ന് അറിയത്തില്ല അത്.
ഡോഗിനെ വല്ലതും കാണുകയാണെങ്കിൽ ടൈം ചെയ്താൽ നമുക്ക്. ഇത് എത്ര ടൈമുണ്ടോ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല എൻ്റെ കണ്ണും കൊണ്ട്. ഈ മോഡിൽ എന്തോരം സംഭവങ്ങളാണ് ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ മോഡിൽ വെറും ആനിമൽസ് മാത്രമേ ഉള്ളതെന്നാണ്. ഇതെന്തൊക്കെ കുത്തമ്മിനാറ് പോലെ കുറേ സംഭവങ്ങളൊക്കെ. ആദ്യം നമുക്കൊരു ആർമറൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലേ, എന്നിട്ട് നമുക്ക് അടിയത്തെ സ്ഥിതി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളെല്ലാം ചെസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ഉണ്ടാക്കുകയാണ് ഗൈസ്. ഓക്കെ ബൈ.